പ്രിയമുള്ളവരെ, വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് പ്രസാദപരാവസ്ഥയിലായിരിക്കുക എന്ന് പറയുന്ന ആ ഒരു തലത്തിലാണ് നിങ്ങളിപ്പോൾ. പ്രസാദപരാവസ്ഥയുടെ തലത്തിൽ എന്തും നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണിത്. എന്തും സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന സമയമാണിത്. എന്ത് ചോദിച്ചാലും സ്വർഗം നിങ്ങൾക്ക് കൽപ്പിച്ചനുവദിക്കുന്ന സമയമാണ് പ്രസാദപരാവസ്ഥ. ഇവിടെ നിങ്ങളുടെ അയോഗ്യതകൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യോഗ്യതകളാക്കി സ്വീകരിച്ച് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുക. ഇവിടെ നിങ്ങൾക്കുള്ള വിടുതൽ, നിങ്ങൾക്കുള്ള സൗഖ്യം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനം, വിവേകം എല്ലാം ദൈവമായ കർത്താവ് നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്ന മണിക്കൂറുകളായിരുന്നു ഇതെല്ലാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങി വരുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തരിലും ഏറ്റവും കൂടുതൽ ഇറങ്ങി വരുന്ന സമയമാണ് വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് പ്രസാദപരാവസ്ഥയിലായിരിക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് നടന്നെടുക്കുമ്പോൾ, കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, പിന്നീട് അങ്ങോട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതാണ് പ്രസാദപരാവസ്ഥയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും അടുത്ത തലമെന്ന് പറയുന്നത്. അതായത് നമ്മളിൽ ഏത് ആന്തരിക മുറിവിൻ്റെ മേഖലയുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, ഇതുവരെ നിങ്ങളിരുന്ന അവസ്ഥയിലല്ല നിങ്ങളെ ഇപ്പോൾ ഈശോ കാണിച്ച് തരുന്നത്. നിങ്ങളിലൊരു പ്രകാശത്തെ എനിക്ക് കാണാം. നിങ്ങളായിരിക്കുന്നതിൻ്റെ ആ ഒരു ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അന്ധകാരത്തിൻ്റെ അരൂപികൾ, ആ ഒരു തിന്മയുടെ കെട്ടുകൾ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടു മാറി ഈ സമയം ഞാൻ കാണുന്നത് നിങ്ങളുടെ മുകളിലായിട്ട് പ്രകാശത്തിൻ്റെ അഭിഷേകമാണ്. അത് സ്വർഗം നിങ്ങൾക്ക് കൽപ്പിച്ച് അനുവദിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ, ഈ സമയം പരിശുദ്ധാത്മാവിനെ അതിൻ്റെ ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. കൃപയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനേകരിലേക്ക് ദൈവത്തിൻ്റെ ദാനമായിട്ട് കൊടുക്കാനായിട്ട്, സൗഖ്യമായിട്ട്, വിടുതലായിട്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് കെട്ടുറപ്പായിട്ട്, ജോലിയായിട്ട്, വരുമാനമായിട്ട്, ഭൗതികതയിലുള്ള ഏത് നിയോഗത്തിലേക്കാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന സമയമാണിത്. അതുകൊണ്ട് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം പൂർണ്ണമായി ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി നമ്മളായിരിക്കേണ്ട സമയമാണിത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയുന്ന അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെയാണെന്നുള്ളൊരു ഉറപ്പ് ദൈവത്തിൽ, ക്രിസ്തുവിൽ നമുക്കുണ്ടാവണം. ഈ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ശരീരത്തിൽ, ആത്മശരീരങ്ങളിൽ വരുന്ന വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മശരീരത്തിൽ ദൈവം തരുന്ന വ്യത്യാസമുണ്ട്. കാരണം അത് മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടുന്ന സൗഖ്യത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കും. ചില ആത്മാവിൻ്റെ പ്രവർത്തനത്തിൽ, ചില മേഖലകളിൽ, ചില ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടിയ ഫീലോ, അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടി എന്നൊരു ഉറപ്പോ നമുക്കുണ്ടെങ്കിൽ തന്നെയും പ്രവർത്തിച്ചത് ത്രിയേക ദൈവത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നത് നമ്മൾ ഉറപ്പിക്കാതെ ഒരു ശുശ്രൂഷകളിലേക്കും നമ്മൾ പോവരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിച്ചതും നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്ഥായിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യാജന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ, ഒത്തിരി വ്യാജനുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകത്തിൻ്റെ തലം സാത്താൻ അതുപോലെ തന്നെ പ്രവർത്തിക്കാനായിട്ട് പറ്റും. അവനതുപോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റും. തിന്മയുടെ ശക്തികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തിന്മയുടെ ശക്തികൾക്കും സാധിക്കും. അപ്പം നമ്മൾ സ്വീകരിക്കുന്ന അഭിഷേകം പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ടത് നമ്മുടെ വിവേകവും പരിശുദ്ധ അമ്മ തരുന്ന ജ്ഞാനത്താലുമായിരിക്കണം. നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൻ്റെ അരൂപികളുണ്ട്. നമ്മളെ പാപത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ അരൂപികളുണ്ട്. നമ്മളെ പാപ സാഹചര്യങ്ങളിലേക്ക് നയിച്ചു വിടുന്ന, തിന്മയിലേക്ക് അച്ചാഴ്ച വിടുന്ന അരൂപികളുണ്ട്. ഇവിടെയെല്ലാം ഈ പാപത്തിൻ്റെ, ശാപത്തിൻ്റെ അരൂപികളുടെ പ്രവർത്തനം മൂലം
നമുക്ക് മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ടവർ. ഏതാണ് ശരി, ഏതാണ് സത്യം, ഏതാണ് വ്യാജന, ഏതാണ് ഒറിജിനൽ, നമുക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിൽ നമ്മളിങ്ങനെ പല ശുശ്രൂഷകളിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ മാത്രം നമ്മൾ ശുശ്രൂഷകൾക്കായിട്ട് പോകണം. കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ മാത്രം. അതല്ലാതെ മറ്റ് സമൂഹങ്ങളിൽ ഇതിന് സിമിലറായിട്ട് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പ്രഘോഷണങ്ങളും പ്രവചനങ്ങളും മറ്റു തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടാലും അവിടേക്കൊന്നും നിങ്ങളുടെ കണ്ണ് ചെന്ന് പതിക്കരുത്. കാരണം അത് ദൈവം ഒരുക്കിയതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതുമല്ല. അവിടേക്കൊന്നും നമ്മുടെ കണ്ണ് ചെന്ന് പതിക്കരുത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ല നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ചത്, രോഗസൗഖ്യം നടത്തിയത് എന്നുണ്ടെങ്കിൽ ഈ രോഗസൗഖ്യം കിട്ടി ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകും. അതല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറ്റേതെങ്കിലും രോഗപീഠയിലേക്കോ അസ്വസ്ഥതകളിലേക്കോ നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒന്നൊഴിയാതെ മറ്റൊരവസ്ഥ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മൾ ചെയ്ത ശുശ്രൂഷകളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അടി എങ്ങനെ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഇടവക വികാരി അച്ഛൻ്റെ സമ്മതത്തോടുകൂടെ അല്ലാതെ നിങ്ങൾ പോകരുത്. അച്ഛനോട് ചോദിക്കണം, നിങ്ങൾ എന്താ ഇത് സഭയ്ക്ക് കീഴിലുള്ളതാണോ, ഇതിലേതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടോ, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാതെ നമ്മൾ പോകരുത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് കിട്ടിയത് സഭയുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രികളിലെല്ലാം, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളിലെല്ലാം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം എടുക്കുമ്പോൾ അതിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എല്ലാ ആത്മാക്കളെയും, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്കിങ്ങനെ തിരിച്ചറിയാം: യേശു ക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്ന് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇത് എല്ലാ സുവിശേഷ പ്രഘോഷകരെയും ഉദ്ദേശിച്ച് പറയുന്നതിനേക്കാളുപരി സുവിശേഷ പ്രഘോഷകർക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യാജരെ ഉദ്ദേശിക്കുന്ന വചനഭാഗം. നമ്മളോട് പ്രസംഗിക്കുന്ന വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണോ? നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പെടുന്ന അധരം ഏതിൽ നിന്നാണ്? അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ. അതില്ലാതെ നമ്മൾ എല്ലാ ശുശ്രൂഷകളിലേക്കും, അത്ഭുതങ്ങൾ കൂടുതൽ നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് നമ്മുടെ മനസ്സ് ചായുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല. നിത്യജീവനെ പറ്റി പ്രഘോഷിക്കാത്തത്, നിത്യജീവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതവും നിത്യജീവനെ പറ്റിയും പ്രഘോഷിക്കുന്ന ഇടം വേണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ. അവിടേക്ക് വേണം നിങ്ങളുടെ മനസ്സിനെ കൊണ്ടു ചെല്ലാനായിട്ട്. കാരണം നിത്യജീവൻ അവകാശമാക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. നിത്യജീവൻ അവകാശമാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ലോകത്തിൽ നിങ്ങൾക്കൊരു ക്യാൻസറോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാറിയാലും ഒന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ. നിത്യജീവനാണ്. നിത്യജീവന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദൈവത്തെ ആരാധിക്കുകയാണ് സ്വർഗത്തിലെ നിവാസികൾ ചെയ്യുന്നതെങ്കിൽ ആ ജോലി ഇവിടെ ചെയ്യുന്നവരെ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ പ്രിയപ്പെട്ടവരെ. അങ്ങോട്ട് കർത്താവ് നമ്മളെ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഈ ജോലി ഇവിടെ ചെയ്യുന്നവരെ അവിടെ ആവശ്യം സ്വർഗത്തിന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ധ്യാനം കഴിഞ്ഞ്, ഇന്നത്തെ ഈ ടോക്ക് കഴിഞ്ഞാൽ പിന്നെ നാളെ ഒരു ടോക്കും കൂടെ ഉള്ളൂ, പിന്നെ തീർന്നു, ധ്യാനം കഴിയുക. പിന്നെ പരിശുദ്ധ കുർബാനയും ആരാധനയും കയ്യൊപ്പ് ശുശ്രൂഷയും കഴിഞ്ഞാൽ ധ്യാനം തീരുക. വളരെ കുറച്ച് സെഷൻസേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. 3 ദിവസം ധ്യാനം എന്ന് പറയുമ്പോൾ അതിൽ കുമ്പസാരവും കൂടി കഴിഞ്ഞപ്പോൾ ബാക്കി കുറച്ച് ടൈമേ നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 6:45 നമ്മൾ പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ആരാധന കഴിഞ്ഞ് ടോക്കിൻ്റെ സെഷൻ കഴിയാണ്. ഇത് ലാസ്റ്റ് ടോക്കാണ് ഇന്നത്തെ. പിന്നീട് അങ്ങോട്ട് ടോക്കില്ല. അപ്പോൾ
അപ്പോൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് കർത്താവിന് നിങ്ങളിൽ പ്രവർത്തിക്കാനുള്ളത്. ഈ ചുരുങ്ങിയ സമയം 2 ദിവസം പോലും നമ്മൾക്ക് തികച്ചില്ല. മൊത്തം ടോക്ക് എടുത്താൽ അതിലൊരു 9 ടോക്ക് പോലും വരുന്നില്ല എന്നുള്ളതാണ് ഈ 3 ദിവസത്തെ ധ്യാനത്തിൻ്റെ പ്രത്യേകത. നാളെ ഉച്ചയോടുകൂടെ നിങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ. അതായത് നിങ്ങൾ പോകുന്ന സ്ഥലം, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം നിങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടത് നിത്യജീവനെയാണ്. നിങ്ങൾ ഏത് ദേശത്താണെങ്കിലും, നിങ്ങൾ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, നിങ്ങൾ എന്താ പറയുക താമസിക്കുന്നതെങ്കിലും ജോലി ചെയ്യുന്നതെങ്കിലും, നിങ്ങൾ എവിടെയാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നതെങ്കിലും അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താതെ പോകരുത്. പല കുടുംബങ്ങളും പല വ്യക്തികളും കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. പല കുടുംബങ്ങളും. കാരണം പലയിടത്തും പല സ്ഥലങ്ങളിലും നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് കീഴിലല്ലാത്ത പലയിടത്തും പ്രവർത്തിക്കുന്ന അരൂപികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതെല്ലാം അവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം അവിടെ എന്താ പറയുക, വചനമാണ്, പരിശുദ്ധമേ എന്നെല്ലാം പറയുമെങ്കിലും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണെങ്കിൽ ഒരിക്കലും വരുന്ന എല്ലാവരും ഒരുപോലെ, ചെല്ലുന്നവർക്കെല്ലാം ഒരുപോലെ അനുഗ്രഹങ്ങൾ ലഭിക്കില്ല. മറിച്ച് ചിലവർക്ക് അനുഗ്രഹവും, ചിലർക്ക് താക്കീതും, ചിലർക്ക് ഒരുങ്ങാനുള്ള കൃപകളും, ചിലർക്ക് മാനസാന്തരത്തിലുള്ള കൃപകളും, ചിലർക്ക് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപകളും, ഇങ്ങനെ വൈവിധ്യങ്ങളായിട്ടേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവിധ ജനതകളിൽ പ്രവർത്തിക്കുകയുള്ളൂ. ചെല്ലുന്ന എല്ലാവർക്കും എന്ത് സമർപ്പിച്ചോ അത് മൊത്തം സാധിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നല്ല. അവിടെ നിങ്ങൾ ചിന്തിക്കണം, അവിടെ പ്രവർത്തിക്കുന്നത്, അവിടെ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളത് വിവേചിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാവണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോകുന്നതിന് മുൻപും നിങ്ങളൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ മറിയത്തോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ മറിയത്തോട് ഒരു ജപമാല ചൊല്ലി അന്നേ ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് പോയി വന്നതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഒരു ധ്യാനത്തിന്, എന്തെങ്കിലും പ്രത്യേക ശുശ്രൂഷകൾക്ക് നിങ്ങൾ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ, നിങ്ങൾ പോകാൻ ഒരുങ്ങുന്ന സ്ഥലത്തെ നിങ്ങൾ എടുത്തു വയ്ക്കുക. കർത്താവേ, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന പ്രാർത്ഥന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. നീ എന്നോട് സംസാരിക്കണം, നീ എനിക്ക് ഉത്തരം തരണം. എനിക്കിത് ആരോടും ചോദിക്കാൻ പറ്റില്ല, പക്ഷേ നീ എന്നോട് പറഞ്ഞാൽ അത് തെറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ കുർബാന മുടക്കരുത്. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്ന് ഉടനെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, രാവിലെയാണ് കുർബാനയ്ക്ക് പോകുന്നതെങ്കിൽ ആ സ്പിരിച്വൽ ഫുഡ് മാത്രം നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ്. ഭൗതികമായിട്ടുള്ളതൊന്നും നമ്മൾ സ്വീകരിക്കാത്ത വെളുപ്പിന് പോയി പരിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയം. ആ ഭക്ഷണം നമ്മൾ ആ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം വന്ന് നിങ്ങളൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, പരിശുദ്ധമേ മാതാവേ, ഞാൻ പോകുന്ന ഈ സ്ഥലത്തെപ്പറ്റി അമ്മ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞൊരു ജപമാല ചൊല്ലി കാഴ്ചവെക്കുക. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ സമർപ്പിച്ച് ജപമാല ചൊല്ലി കാഴ്ചവെച്ച് വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ നിങ്ങൾ കൈകളിലെടുത്ത് ഈ ബൈബിൾ നിങ്ങൾ തുറക്കുക. ഇങ്ങനെ പിടിച്ച് നമ്മൾ ഈ ബൈബിൾ തുറക്കുമ്പോൾ നമ്മുടെ വലത് തള്ളവിരൽ, റൈറ്റ് തമ്പ്, ഞാൻ പറഞ്ഞില്ലേ കുരിശടയാളം വരക്കുന്ന നമ്മുടെ റൈറ്റ് തമ്പ് ഇരിക്കുന്ന പാരഗ്രാഫ് എവിടെയാണോ അത് നിങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് നിങ്ങൾ ഒരു തവണ എടുത്തു, രണ്ടാമതെടുത്തു, മൂന്നാമതെടുക്കുക. ഈ 3 തവണയും നിങ്ങൾക്ക് അനുകൂലമാണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് കണ്ടന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. 3 തവണയും നിങ്ങൾക്ക് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അനുകൂലമായ മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കവിടെ പോകാം. അതല്ല, നിങ്ങൾക്ക് 3 തവണയും കിട്ടുന്നത് വിരോധമായിട്ടുള്ളത്, നാശം അല്ലെങ്കിൽ ദുരിതം പോലുള്ള വചനങ്ങൾ, അത് വിവേചിച്ചറിയണം. വചനത്തെ വ്യാഖ്യാനിക്കുന്ന തലവും കൂടെ ഉണ്ട്. അത് വചനത്തെ വ്യാഖ്യാനിക്കുന്ന തലവും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്കുള്ള ആൻസർ ഉണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് എടുത്ത് അതിൽ ഈശോയെ നീ എന്നോട് എന്ത് സംസാരിക്കുന്നു ഞാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച്, അങ്ങനെ ഒരു ജപമാല ചൊല്ലി വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് പ്രസാദപര അവസ്ഥയിൽ നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിലെത്തി ഒരു ജപമാല ചൊല്ലി നിങ്ങൾ വചനം എടുത്താൽ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്.
അവിടെ വ്യാജമായിട്ടൊന്നുമില്ല. ഒരു വ്യക്തിയെയും നിങ്ങൾ വിളിക്കുന്നില്ല, ആരോട് നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് ചോദിക്കുന്നില്ല, ആരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നില്ല. ഡയറക്റ്റ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ സമർപ്പിക്കുക. അവിടെ ഉത്തരം തരുന്നതും സ്വർഗത്തിൽ നിന്നാണ്. നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ്, സത്യമായിരിക്കും അത്. അങ്ങനെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു തവണ തെറ്റും 2 തവണ ഓക്കെയും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ പോകാം. 2 തവണ നോയും 1 തവണ ശരിയും കാണിച്ചാൽ നിങ്ങൾ പോകരുത്. ഇങ്ങനെ നിങ്ങൾ സ്വീകരിക്കുന്നത്, നിങ്ങളെടുത്ത അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ വചനത്തിൽ നിന്ന് സ്വീകരിച്ച മെസ്സേജ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഫൈനലായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള വൈദികരോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ അഡ്വൈസ് കൂടെ നിങ്ങൾ എടുക്കണം. എടുത്തിട്ടല്ലാതെ നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പല സ്ഥലങ്ങളിലും പോയി പല രീതിയിൽ പെട്ട് കിടന്നിട്ട് എൻ്റെ അടുത്ത് വന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് പലതും എനിക്കിവിടെ ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പോയി പെട്ട് വന്നിട്ട് ബ്രദർ ഇനി എന്ത് ചെയ്യും എന്നോട് ചോദിച്ചവർ ഒത്തിരി പേരുണ്ട്. ഇത് നമ്മൾ അറിയണം, നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തെയാണ്, മനുഷ്യരെ അല്ല. മാനുഷികതയിൽ പ്രവർത്തിക്കുന്നതല്ല ഒരു സെൻറ്ററുകൾ, ഒരു ശുശ്രൂഷ സെൻറ്ററുകളും മാനുഷികതയിൽ പ്രവർത്തിക്കുന്നത് ഒന്നുമില്ല. പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലായിരിക്കണം. ധ്യാനകേന്ദ്രങ്ങളാണെങ്കിൽ, ശുശ്രൂഷ മേഖലകളാണെങ്കിൽ അതെല്ലാം നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ മാനുഷികതയ്ക്ക്, വ്യക്തികൾക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല, ആധിപത്യവുമില്ല. ഹല്ലേലൂയ. ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് നിങ്ങൾക്കത് സ്വീകരിക്കാവുന്ന, നിങ്ങളെ പ്രത്യേക നിയോഗങ്ങളിൽ ഒരു പ്രത്യേക ഇൻറ്റൻഷൻ നിങ്ങൾ സമർപ്പിച്ചാലും ആൻസർ കിട്ടാൻ ഇത് തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ചില പ്രത്യേക നിയോഗം നിങ്ങൾ സമർപ്പിച്ചു, കർത്താവേ എന്നോട് പറ ഞാൻ എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ അതേ രീതി തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ദൈവം നിങ്ങൾക്കൊരു ആൻസർ തരും. ഒറ്റ ഒരു നിർബന്ധമേ ഉള്ളൂ, നിങ്ങൾ പ്രസാദപരാവസ്ഥയിലായിരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടാകണം. വചനത്തെ കൊണ്ട് നടക്കുന്നവൾ പരിശുദ്ധ അമ്മയാണെങ്കിൽ ഒരു ജപമാല ചൊല്ലി കാഴ്ചവെച്ചിട്ടുണ്ടാകണം. ഈ ജപമാല ചൊല്ലി കാഴ്ചവെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വചനത്തെ എടുക്കണം. ആ സമയത്തേക്ക് മാത്രം ബൈബിൾ തുറന്ന് അടച്ചു വയ്ക്കുന്നവരും ആകരുത്. വചനവുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യമായൊരു ബന്ധം വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളുമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സന്ദേശം വേണോ, നിങ്ങൾ ആരുടെയും കൈകാലം പിടിക്കേണ്ട, ഞങ്ങളെപ്പോലെ ആരെങ്കിലും വിളിച്ച് ചോദിക്കേണ്ട, ഒന്നും വേണ്ട. തമ്പുരാൻ തന്നെ നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. അത് തെറ്റില്ല പ്രിയപ്പെട്ടവർ, കറക്റ്റായിരിക്കും. നിങ്ങളിലുണ്ട് ഈ കൃപയും ഈ അഭിഷേകവും. കാരണം നിങ്ങൾ മാമോദീസായിലൂടെ കത്തോലിക്ക സഭയിലേക്ക് വന്നവരാണെങ്കിൽ നിങ്ങളിലുണ്ട് ഈ അഭിഷേകം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് പ്രസാദപര അവസ്ഥ എന്ന് പറയുന്നു? പ്രസാദപര അവസ്ഥ പാപമില്ലാത്ത അവസ്ഥ, അതായത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ഒരു താൽക്കാലികമായിട്ടാണെങ്കിലും ഞാൻ വിശുദ്ധിയിലായിരിക്കുന്ന അവസ്ഥയാണ് പ്രസാദപര അവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ അവിടെ എന്നിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് പിന്നെ എൻ്റെ മുഴുവൻ കൺട്രോൾ ഏറ്റെടുക്കുന്നത്. എന്നിലുള്ള ദൈവാത്മാവാണ്. ഇത് തന്നെ അത്യാവശ്യം സന്ദേശമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അതായത് പരിശുദ്ധാത്മാവ് മെസ്സേജ് കൊടുക്കുന്ന ചില വ്യക്തികളുണ്ട്. പരിശുദ്ധാത്മാവെ സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സന്ദേശങ്ങൾ കൊടുക്കുന്ന ശുശ്രൂഷ വിളിയുള്ള മക്കളാണെങ്കിൽ അവർ ഈ സന്ദേശം എടുത്തിട്ട് കർത്താവ് ഇതിനെപ്പറ്റി ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ സന്ദേശം എടുക്കുന്നത് എങ്ങനെയാണ്? കാരണം സന്ദേശം നമ്മൾ എടുക്കുമ്പോൾ നമ്മിലുള്ള അഭിഷേകം നിർബന്ധമാണ്. ഈ അഭിഷേകത്തിന് നമ്മൾ സന്ദേശം എടുക്കുമ്പോൾ ഈ സന്ദേശം എടുക്കാൻ ഇരിക്കുന്ന ദേശം, ആലയം, നമ്മൾ എടുക്കുന്ന അവസ്ഥകൾ, എടുക്കുന്ന വ്യക്തിയുടെ ഒരുക്കം, ഇതെല്ലാം വിശുദ്ധമായിരിക്കണം. അതല്ലാതെ ഒരു സന്ദേശം എടുത്താൽ അവിടെയും കളി മാറും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ സന്ദേശമെടുക്കുന്നെങ്കിൽ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ആൻസറാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്വീകരിക്കാവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ദിവസവും സന്ദേശമെടുക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും പ്രസാദപരാവസ്ഥയിലായിരിക്കുകയും ചെയ്യും. അവിടെ നിങ്ങളിൽ തന്നെ ഒരു വിശുദ്ധീകരണം സാധ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾക്കറിയാം ഇത് ക്രമേണ നിങ്ങളെ നയിക്കുന്നത് ഒരു ശുശ്രൂഷ ജീവിതത്തിൻ്റെ തലത്തിലേക്ക് ക്രമേണ നിങ്ങളെ നയിക്കും.
പിന്നീട് നിങ്ങളെ ഈ സന്ദേശം നിങ്ങൾ പതിവായിട്ട് ഇങ്ങനെ എടുത്ത് ബൈബിളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കപ്പെടും. ഇത് ഒരു കുറിയിട്ട് നോക്കുന്ന പരിപാടിയല്ല, നറുക്കിടുന്ന പരിപാടിയല്ല. ഇത് മറിച്ച് വചനവുമായിട്ടൊരു ബന്ധം നിങ്ങളിൽ സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് ഇത് പറയുന്നത്. ഈ ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ വചനമെടുക്കാൻ കണ്ണടയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകളിലൊരു വിഷനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ട്. ഹല്ലേലൂയ. ആ യോഗ്യത നിങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങൾക്കത് വേണ്ടല്ലോ. നടുവേദനയും പല്ലുവേദനയും വയറിളക്കവും മൂക്കൊലിപ്പും മാത്രമല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. നിങ്ങൾക്കതൊന്നും വേണ്ട. നിങ്ങൾക്കിത് മതി. OIT പാസ്സാകണം, മക്കൾക്ക് കല്യാണം നടക്കണം, ഇതൊന്നും വേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചില്ലെങ്കിൽ വിഷയമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയാൽ മതി ബ്രദറെ. ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായക്കട വാങ്ങുമോ? എന്നോട് ചോദിച്ച കാര്യം ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായക്കട വാങ്ങുമോ? കൃപയുള്ളവരുടെ പുറകെ പോകണമെങ്കിൽ എന്ത് സുഖമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ. ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ക്രമേണ നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ വരം നൽകി നിങ്ങളെ അഭിഷേകം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ടല്ല, പക്ഷെ നിങ്ങളിത് ശീലിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ദിവസവും നിങ്ങൾ സംസാരിക്കണം ഈശോയുമായിട്ട്. ഇതൊരു സംഭാഷണമായിട്ട് മാറ്റണം. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അഗ്നിനാവ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിലേക്ക് ആ അഭിഷേകം കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഞാൻ ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ നിന്ന് ഞാനിങ്ങനെ നോക്കി ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമായിരുന്നു പതിവായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തത് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ട് ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. വീണ്ടും വായിക്കുമ്പോൾ ആ അഭിഷേകം, ആ ഒരു മാനസാന്തരം, അനുതാപത്തിൻ്റെ വചനങ്ങൾ കർത്താവ് അവൾക്ക് കൊടുക്കാൻ തുടങ്ങി. അവളിൽ വിടുതൽ വരാൻ തുടങ്ങി. അതിനുശേഷം ഇവൾ പറയുകയാണ്, ഞാൻ ഈ വചനം എടുത്ത് റൈറ്റ് തമ്പ് പിടിച്ചിരിക്കുന്ന വചനം എടുത്ത് ഈ പാരഗ്രാഫ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുമ്പോൾ ഈ വചനത്തിൽ ഞാനിങ്ങനെ നോക്കുന്നതിനോടൊപ്പം ആ വചനം സ്വരമായിട്ട് എൻ്റെ കാതിൽ കേൾക്കാമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വചനം ഞാൻ കണ്ണോടിക്കുമ്പോൾ അത് സ്വരമായിട്ട്, ഞാൻ ചുണ്ടനക്കുന്നില്ല, പക്ഷെ സ്വരമായിട്ട് ഇതെൻ്റെ കാതിൽ കേട്ടു തുടങ്ങി. പിന്നെ ഇവിടെ പറയാണ്, എനിക്ക് ആരെയും വിളിക്കണ്ട, എനിക്കൊരു സ്ഥലത്തും പോകണ്ട, എനിക്കൊരു ധ്യാനത്തിനും പോകണ്ട. ധ്യാനം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അന്നു മുതല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കിട്ടാനുള്ള ഇത്തരത്തിലുള്ള കൃപകളെ ബ്ലോക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിങ്ങൾ ഞങ്ങളെ വിളിക്കണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാ, നിങ്ങൾ ഞങ്ങളെ വിളിക്കണം. നിങ്ങൾക്ക് ആന്തരിക മുറിവുണ്ടെങ്കിലേ ഞങ്ങൾക്ക് വരുമാനമുള്ളൂ. നിങ്ങൾക്ക് രോഗങ്ങളുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ധ്യാനങ്ങളുള്ളൂ. നിങ്ങൾക്ക് പൈശാചിക പീഡയുണ്ടെങ്കിലേ ഞങ്ങൾക്ക് വിടുതലിൻ്റെ കൃപ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളിതിലെല്ലാം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതേ കൃപ, ഇതേ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ഈ ഒരൊറ്റ പുസ്തകം മതി. പക്ഷെ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇതിങ്ങനെ ആ പ്രാർത്ഥനാ മുറിയിൽ സ്ഥിരഹൃദയത്തിന് മുന്നിൽ ഇതങ്ങനെ ഇരിക്കുക സ്വസ്ഥമായിട്ട്, ആര് ശല്യപ്പെടുത്താത്തൊരു പുസ്തകം, ഒരു പുസ്തകം, അത്രയേ ഉള്ളൂ, ഒരു ബുക്ക്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു വില കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന ആ രൂപികളെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നേനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില പ്രത്യേക ഇൻറ്റൻഷനുകൾ വരും, ചില പ്രത്യേക നിയോഗങ്ങൾ വരുന്ന സമയം. ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അഭിഷേകം അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ തരുന്നത് വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തിയിൽ ആശ്രയിക്കാനാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തിയിൽ ആശ്രയിക്കാൻ പരിശുദ്ധാത്മാവ് പറയാറുണ്ട്. ചില മേഖലകളിൽ ദൈവത്തിൽ നിന്നുള്ള സ്വരം കേൾക്കാൻ നമ്മിലുള്ള കുറവുകൾ അയോഗ്യതകളായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വിശുദ്ധര്. അപ്പം സകല വിശുദ്ധരുടെ ലുത്തീനിയ നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുമെങ്കിൽ, ഉറക്കെ വായിക്കുമെങ്കിൽ, ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ ദിവസവും ഉണ്ടാവും. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഇവർ കൈ കോർത്ത് പിടിച്ചു നിൽക്കുന്നത് പല കുടുംബങ്ങൾക്ക് ചുറ്റും ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും,
സകല വിശുദ്ധരുടെ ലുത്തീനെ ചൊല്ലാറുണ്ടെന്ന് അവർ പറയാറുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ, ഈ ഭവനം കാണുമ്പോൾ തന്നെ കാണാം, ഈ വിശുദ്ധരുടെ ഒരു പ്രസൻസ്, കൈ കോർത്തിങ്ങനെ ചങ്ങല പോലെ ഈ ഭവനത്തിന് ചുറ്റും നിൽക്കുന്ന വിശുദ്ധരുടെ ഒരു പ്രസൻസ് പല കുടുംബത്തിനും ചുറ്റും കണ്ടിട്ടുണ്ട്. സകല വിശുദ്ധരുടെ ലുത്തീനെ ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ദുരവസ്ഥ, മക്കളിലൂടെ, ഭർത്താവിലൂടെ, ഭാര്യയിലൂടെ, സാമ്പത്തിക മേഖലയിലൂടെ, ആരോഗ്യത്തിലൂടെ, രോഗപീഠകളിലൂടെ, എന്തിലൂടെയാണെങ്കിലും ഏതെങ്കിലും ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ വചനമെടുത്ത് ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളൊന്ന് ഇരുന്നു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പിന്നീട് അതിനോടൊരാർത്തി തോന്നും. ദൈവവചനത്തിനോട് ഒരാർത്തി നിങ്ങൾക്ക് അനുഭവപ്പെടും. ക്രമേണ കർത്താവ് നിങ്ങളെ സന്ദേശങ്ങൾ തരാൻ തക്ക വിധത്തിൽ ദൈവം നിങ്ങളുടെ ആന്തരിക ബാഹ്യ നേത്രങ്ങളെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ദേശങ്ങൾ തരാൻ തക്ക വിധത്തിൽ കർത്താവ് നമ്മുടെ ആന്തരിക ബാഹ്യ നേത്രങ്ങൾ, നമ്മുടെ കാതുകൾക്ക് ദൈവസ്വരം ശ്രവിക്കാനുള്ള ആ ഒരു തുറവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളിൽ ഒരുവനെ പോലെ, ഞങ്ങളിൽ ഒരാളെ പോലും നിങ്ങൾ വിളിക്കരുത് ദൈവത്തെ ഓർത്ത്. ഞങ്ങളെക്കൊണ്ട് ആവശ്യം ദൈവത്തെ അറിയാത്തവർക്കാണ്. ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളെക്കൊണ്ട് ആവശ്യമില്ല. ക്രിസ്ത്യാനികൾക്കല്ല ഞങ്ങളെക്കൊണ്ട് ആവശ്യം, ദൈവത്തെ അറിയാത്ത മക്കൾക്കാണ് ഞങ്ങളെക്കൊണ്ട് ആവശ്യം. അവർക്ക് ഈശോയെ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു നിറവ് കിട്ടുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, കാര്യം ഇപ്പോൾ കുറേ വെള്ളം കോരി ഒരു സ്ഥലം നനയ്ക്കുമ്പോൾ ഈ നനയ്ക്കുന്ന വ്യക്തിയും നനയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ധ്യാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് അതിനുള്ള കൃപയും അഭിഷേകവും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന അതേ അളവിൽ തന്നെ ഞങ്ങളിലേക്കും വരുന്നുണ്ട്. വചനം ഇരുവായ്ത്തല വാളായതുകൊണ്ട് വെട്ടുന്നവനും വെട്ടുകൊള്ളുന്നവനും മുറിയപ്പെടും. അതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടും മുറിയാതെ വചനം വിളമ്പാൻ പറ്റില്ല. ഞാൻ മുറിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് വിളമ്പി തരുന്നത്, അപ്പം നിങ്ങളും മുറിവേറ്റിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടുപേരിൽ ഒരുപോലെ നടക്കുന്നുണ്ടെങ്കിലും കുറേ കൂടെ ശുശ്രൂഷകരിലേക്ക് അഭിഷേകത്തിൻ്റെ തലം കടന്നു വരുന്നത് വിജാതീയരിലേക്ക് അപ്പോസ്തല ദൗത്യവുമായിട്ട് പോകുമ്പോഴും ക്രിസ്തുവിനെ അറിയാത്ത മക്കളിലേക്ക് ദൈവത്തെ കൊണ്ട് കൊടുക്കുമ്പോഴും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയുള്ള ജനസമൂഹത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാറുണ്ട്. വലിയ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. വലിയ അത്ഭുതങ്ങളുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. നമ്മുടെ കാതുകൾ കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ എത്രയോ ഞങ്ങൾ കണ്ടും കേട്ടും പോകുന്നവരാ. എത്ര കേസുകൾ, ശരീരത്തിനുള്ള ക്യാൻസറുകൾ വിട്ടു മാറുന്നത്, മുടി നീളമില്ലാത്തൊരു കുട്ടി വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മുടി ലെങ്ത്ത് വെക്കുന്നത്, അന്ന് കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ കണ്ട് ഓടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രകടമായിട്ടുള്ള അത്ഭുതങ്ങൾ വിജാതീയരിൽ കർത്താവ് നടത്തുന്നുണ്ട്. ഇത് തന്നെ തലം ഒട്ടയടിച്ച് വന്നിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം അത്ര താഴെയാണ്. ഇന്നലെ അച്ഛൻ പറഞ്ഞ പോലെ നമുക്കിവിടെ എല്ലാം കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയെ വിലയില്ല. നമുക്ക് ഈശോയെ നമ്മൾ കാണുന്ന എന്തായിട്ടാണെന്നറിയോ? എല്ലാം തീർന്നു പോകുമ്പോൾ നമ്മൾ വിളിച്ച് പറയുന്ന ഒരു സ്ഥലം, ഒരു കസ്റ്റമർ കെയർ യൂണിറ്റ്. അവിടെ വിളിച്ച് പറയാം, ഈ നമ്പറിലേക്ക് വിളിച്ച് ഇതെല്ലാം കിട്ടും, വീട്ടിലെത്തും. അത്രയേ ദൈവത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഈ കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ വിളിക്കുക, ഇത് തീർന്നിട്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അപ്പോൾ തന്നെ അവിടെ നാളെ അയക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയേ അവനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവന് നമ്മളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരാധനകളല്ല, അപേക്ഷകളാണ്. ദൈവത്തിന് നമ്മളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരാധനകൾ കിട്ടുന്നില്ല, അപേക്ഷകളുടെ ഒരു കളക്ഷൻ കർത്താവിൻ്റെ കയ്യിലുണ്ട്. നമ്മളിൽ നിന്ന് കിട്ടിയ കളക്ഷൻ. ഇതിൽ ആത്മാവിൻ്റെ അപേക്ഷകളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ കർത്താവ് ഓക്കെ ആയിരുന്നു. അതുമില്ല. മറിച്ച് നമ്മുടെ ഭൗതിക ജീവിത ആവശ്യങ്ങളുടെ ഭാരത്തെക്കുറിച്ചുള്ള കണക്ഷനാണ് കർത്താവിൻ്റെ കയ്യിലുള്ളത്. ഒരു ഗുണവുമില്ല കർത്താവിന്. ഈശോ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് വിധി ദിവസത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മളെ നോക്കി പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം നിങ്ങൾ എന്നെ ആരാധിച്ചിട്ടില്ല, അപേക്ഷിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളെന്നെ ഇതുവരെ ആരാധിച്ചിട്ടില്ല. നിങ്ങൾ എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എന്തധികാരത്തിൽ നിങ്ങൾ ചോദിച്ചു? നമ്മൾ ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ദൈവവും ചോദിക്കുന്ന നമ്മളും തമ്മിലൊരു ബന്ധം ഉണ്ടാവണ്ടേ? എനിക്ക് പരിചയമില്ലാത്ത ഒരാളോട് എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ?
എനിക്ക് നല്ല പരിചയം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് അയാളോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. ചോദ്യം ചോദിച്ചുള്ള പരിചയമല്ല അവിടെ വേണ്ടത്, മറിച്ച് അതിനപ്പുറത്തേക്ക് ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധമുള്ളവരിലേക്ക് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ എന്ന് പറഞ്ഞു തീരണ്ട, അതിനു മുമ്പ് ആ സഹായം എത്തും. അതാണ് കൺസോളർ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ്. അത് ദൈവം നമ്മളിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ കുറേ വ്യത്യാസം മാറ്റി മറിച്ചാൽ, സത്യാത്മാവിനെ തിരിച്ചറിഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ചോദിക്കാൻ പോലും തോന്നുകയില്ല. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വായി തുറക്കത്തില്ല. പകരം നമ്മൾ നമ്മളുടെ അവസ്ഥകൾ മാത്രം ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ അവസ്ഥകൾ മാത്രം നമ്മൾ ദൈവസമക്ഷം സമർപ്പിച്ചാൽ മതി. ശരീരത്തിൻ്റേത് നിങ്ങളൊന്നും ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അത് ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ട്, കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചോദിക്കേണ്ട. എൻ്റെ ജീവിതത്തിലെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചത് വർഷങ്ങൾക്ക് മുന്നേ, ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുൻപ് സമർപ്പിച്ചതാണ്. ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം ഒരു നിയോഗവും സമർപ്പിക്കാറില്ല. പക്ഷെ ഒരു നിയോഗവും ഇല്ല. ഉണ്ടെങ്കിലും ചോദിച്ചില്ലെങ്കിലും കർത്താവ് അത് അതാത് സമയത്ത് കർത്താവ് ഒരുക്കി തരും. ചോദിക്കേണ്ട, ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിയോഗങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി മുട്ടിൽ തഴമ്പ് വന്നിട്ട് ഒരു കാര്യവുമില്ല. ആരാധിക്കാൻ മുട്ടുകുത്തിയ തഴമ്പാണ് മുട്ടുകാലിൽ ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാൻ മുട്ടുകുത്തി മുട്ടിൽ തഴമ്പ് വന്നിട്ടുണ്ടോ? അത് കർത്താവ് നോക്കും. അത് കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന എന്നേക്കുമായിട്ടുള്ളൊരു എവർ ഫിക്സഡ് മാർക്കാണ്. അത് മാറത്തില്ല. അത് നിൻ്റെ ശരീരത്തിൽ കർത്താവ് മുദ്ര വെച്ചിട്ടിരിക്കുന്നതാണ്. അതവിടെ കിടക്കട്ടെ. തമ്പുരാൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അത് നിനക്ക് ഗുണം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ അത് നിനക്ക് ഗുണം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലേക്ക് നമ്മൾ എല്ലാം കൊടുക്കുമ്പോൾ നമ്മളുടെ ആത്മാവിനെ കൊടുക്കാൻ മറക്കരുത്. ദിവസവും നമ്മുടെ ആത്മാവിനെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ സമർപ്പിച്ചിരിക്കണം. കാരണം സംയുക്ത ഹൃദയ പ്രാർത്ഥനയായി പിതാവിന് സമർപ്പിക്കുന്ന നിയോഗങ്ങളൊന്നും പിതാവ് തള്ളിക്കളയുകയില്ല. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിലേക്കും അവിടെ നിന്ന് സംയുക്ത ഹൃദയ പ്രാർത്ഥനയായി പിതാവായ ദൈവത്തിലേക്കും നിങ്ങൾ എന്ത് ഇൻറ്റൻഷൻ സമർപ്പിച്ചാലും പിതാവായ ദൈവം ഒരിക്കലും അത് തള്ളിക്കളയത്തില്ല. അത് 100% ഉറപ്പാണ്. ഒരിക്കലും അത് തള്ളിക്കളയത്തില്ല. ആ രീതിയിൽ വേണം നമ്മളെ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ. നിയോഗം നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു തവണ സമർപ്പിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വീർപ്പുമുട്ടലുണ്ട്. പറഞ്ഞില്ലല്ലോ 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 എന്നുള്ളൊരു വീർപ്പുമുട്ടല. പക്ഷേ പറയാതെ തന്നെ അറിയുന്നവൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള വിശ്വാസമില്ലാത്തത് എൻ്റെ കുഴപ്പമില്ല, അത് നിങ്ങളുടെ കുഴപ്പമോ. എന്നാലും നമ്മൾ പറയും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരു സഹോദരനുമായിട്ട് ഇങ്ങനെ ചെന്ന് വിശുദ്ധ അന്തോനീസിൻ്റെ കലൂര വിശുദ്ധ അന്തോനീസിൻ്റെ പള്ളിയിൽ പരിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നിയോഗങ്ങൾ പറഞ്ഞ് ഈ മെഴുകുതിരി ഒരു 3-4 പാക്കറ്റ് മെഴുകുതിരി മേടിച്ചിട്ട് ഇതിങ്ങനെ പിടിച്ച് കത്തിക്കണവന്. ഇങ്ങനെ പിടിച്ച് കത്തിച്ച് ഈ മെഴുകുതിരി കംപ്ലീറ്റ് ഈ വിരലിൻ്റെ പറ്റ വരെ കത്തി തീരുന്നത് വരെ നിയോഗം സമർപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഈ തിരി ഉരുകിപ്പോകുന്നത് പോലെ എൻ്റെ നിയോഗങ്ങൾ ഇവിടെ ഞാൻ ഉരുക്കി ഇട്ടിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഈ നിയോഗങ്ങളിൽ പുറകിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെക്കുറിച്ച് ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിയോഗങ്ങളുടെ പുറകിൽ ഒരു തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ നിയോഗങ്ങളുടെ പുറകെ പോകുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പിന്നീട് അവൻ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടില്ല. വീണ്ടും ഇവനുമായി ഞാൻ ആ പള്ളിയിൽ ചെന്ന് കുർബാന കഴിഞ്ഞ് നൊവേന കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. ഞാൻ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ ആ അന്തോനിസിൻ്റെ തിരുനടയിൽ, അന്തോനിസിൻ്റെ ആ നടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ നിൽക്കുക. കണ്ണ് മുറുക്കി അടച്ച് ഞാൻ ഓർത്ത രൂപം ഇരിക്കുന്ന ആ ഒരു പീഠം മറിച്ചിടാനുള്ള ശ്രമമാണ്. അത്രയും മുറുക്കി പിടിച്ചിരിക്കാൻ ചോദിച്ചാൽ എന്താ? അല്ല, പറയാതെ പോന്നിട്ടൊരു വിഷമം. ഈ വിഷമമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റാൽ പ്രിയപ്പെട്ടവരെ ഈ വിഷമം മാറാനായിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ച വിഷമം മാറും. എന്നാലും രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക.
നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. പിന്നീട് ആ ദിവസം നിങ്ങളെക്കൊണ്ട് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളും ജപമാലകളും കരുണക്കൊന്തയും വിശുദ്ധ കുരിശിൻ്റെ വഴിയും ബൈബിൾ വായന ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒന്നിലും പിന്നീട് നിങ്ങളുടെ നിയോഗങ്ങൾ പൊന്തി വരരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ എത്രയധികമാണോ പിന്നീട് അങ്ങോട്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു വിഹിതം നിയോഗങ്ങളിലേക്കും ബാക്കി നിങ്ങളുടെ ആത്മാവിലേക്കും ക്രെഡിറ്റ് ആയിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കൊന്തയ്ക്കൊരു നിയോഗം വെച്ച് പറയരുത്. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും അതിനൊരു നിയോഗം പറയരുത്. തൃത്വസ്തുതിക്കൊരു നിയോഗം പറയരുത്. എല്ലാത്തിലും നിയോഗം പറയരുത്. ഈശോയെ ചൊല്ലുമ്പോൾ മാത്രം അതിനകത്ത് നിയോഗമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ബാക്കി എല്ലാത്തിലും നമ്മൾ നിയോഗങ്ങൾ കയറ്റി വെച്ചില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കൊരു പൂർണ്ണതയില്ലാത്ത അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്ന അരൂപികളുണ്ട്. നിയോഗങ്ങളുടെ പുറകെ പോകാൻ നമ്മൾക്ക് പ്രേരണ തരുന്ന അരൂപികളുണ്ട്. ദൈവാരാധനയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ദൈവാരാധന മുടക്കരുത്. അതാണ് സത്യാത്മാവിനെ തിരിച്ചറിയാനുള്ള വഴി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ്. യേശുവിനെ ഏറ്റുപറയണം. യേശുവിനെ ഏറ്റുപറയുന്നതിനുള്ള പ്രത്യേകത അവൻ്റെ ഇഹലോക ജീവിതത്തിൽ അവൻ അനുഭവിച്ച സഹനങ്ങളെ ഏറ്റുപറയുന്നതാണ്. ഇഹലോക ജീവിതത്തിൽ അവൻ നേരിട്ട സഹനങ്ങളെ ഏറ്റുപറയുന്നതാണ് യേശുവിനെ ഏറ്റുപറയുന്നത്. രക്ഷാകര ശക്തിയെപ്പറ്റി പ്രഘോഷിക്കുമ്പോൾ സഹനങ്ങൾ നമ്മൾ ധ്യാനിക്കാതെ ഉയർപ്പ് മാത്രം ധ്യാനിക്കുന്ന വിഭാഗങ്ങളുണ്ട്. സഹനങ്ങളെക്കുറിച്ച് പറയില്ല, കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർക്കത്തില്ല. പകരം ഉയർപ്പ് ഞായറിനെക്കുറിച്ച് പ്രഘോഷിക്കുന്ന വിഭാഗങ്ങളുണ്ട് മറ്റ് സഭാ സമൂഹങ്ങളിൽ. അതുകൊണ്ട് തന്നെ അത് യേശുവിൻ്റെ ആത്മാവിനാലല്ല. മറ്റ് കാര്യങ്ങൾ കർത്താവ് സഹിച്ചതെല്ലാം കഴിഞ്ഞതാണ്. ഇനി നമ്മൾക്ക് സഹനങ്ങളില്ല, ഇനി നമുക്കൊന്നുമില്ല, രക്ഷ മാത്രം നമുക്ക് കൈവന്നിരിക്കുന്നു, ഇനി ഒന്നുമില്ല എന്ന് പറയുന്ന തലമുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവല്ലാതെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് സഹനങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മ ക്ഷണം ഉണ്ടാവുകയുള്ളൂ. സഹനങ്ങളെ കൂടാതെ പരിശുദ്ധാത്മ അഭിഷേകം അസാധ്യമാണ്. സഹനങ്ങളുടെ അഭിഷേകം ആദ്യം സ്വന്തമാക്കണം. സഹനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കാതെ പരിശുദ്ധാത്മാഭിഷേകം സ്വന്തമാക്കാൻ നമുക്ക് പറ്റത്തില്ല. പരിശുദ്ധാത്മാഭിഷേകം സഹനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഫോളോ അപ്പാണ്. ഈ സഹനത്തിൻ്റെ അഭിഷേകം വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. പുറകെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നിങ്ങളെ തേടി എത്തുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. സഹനം എത്ര വലുതാണോ അത്രയനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വലുതായിരിക്കും. നമ്മൾ മാർച്ച് ഏപ്രിൽ മാസത്തെ ചൂട് കൂടുമ്പോൾ നമ്മൾ പറയില്ലേ, ഈ പ്രാവശ്യം മഴ കനക്കും, കാരണം അത്രയും ചൂടാണ് എന്ന് പറഞ്ഞതുപോലെ സഹനം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം നിങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്നുണ്ടോ, അത്ര വലിയ സഹനം വരുന്നുണ്ടോ, സന്തോഷിക്കണം. കാരണം അത്ര വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുറകെ നിങ്ങളെ തേടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് നിൽക്കുമ്പോൾ ഈശോ ഒരു വൈറ്റ് ഡ്രസ്സ് ധരിച്ചൊരു റെഡ് ഷോള് കുറുകെ ധരിച്ച കർത്താവ് നിങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ക്ലിയറായിട്ട് കർത്താവ് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തൊട്ട് അവൻ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെ അവൻ തൊട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങളെ സാധിച്ചു കിട്ടിയതിനല്ല നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സഹനം നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് അനുവദിക്കും. അവൻ്റെ സഹനത്തിൽ പങ്കാളിയാകാൻ ദൈവം നമുക്കൊരവസരം തരും ചില സമയങ്ങളിലെല്ലാം. ഈ അവസരം നമ്മൾ സ്വീകരിക്കണം. കുറേ നാളുകളായി എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോകുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ അപകടമുണ്ട്. അത് നല്ലതല്ല.
എല്ലാ കാര്യങ്ങളും എല്ലാ കാലഘട്ടത്തിലും സ്മൂത്ത് ആവരുത്. കുറച്ച് കല്ലുകടി ഉണ്ടാവണം, കുറച്ച് സഹനങ്ങൾ ഉണ്ടാവണം. അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മാലാഖമാരും ആ സഹനത്തോടു കൂടെ നിങ്ങൾക്ക് വേണ്ടി ചാർജ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഹനത്തെ സ്വാഗതം ചെയ്യണമെന്ന് പറയുന്നത്. സഹനത്തെ സ്വാഗതം ചെയ്യുന്ന വ്യക്തി ഈ സഹനത്തിനെ നമ്മളെ ബലപ്പെടുത്താനായിട്ട് ഉള്ള മാലാഖമാരെയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ദൈവം അനുവദിക്കുന്നതാ സഹനം. ദൈവം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സഹനം നിങ്ങൾ ബലപ്പെടാൻ, ഈ സഹനത്തിൽ ബലപ്പെടാനുള്ള മാലാഖമാരും ഈ സഹനത്തോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ചാർജ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഈ മാലാഖമാരുടെ സമൂഹത്തെയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ സ്വർഗം സ്വീകരിക്കുന്നതിന് തുല്യമാണ് സഹനം നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളെ സ്വർഗം സ്വീകരിക്കുന്നതിന് തുല്യമാണ് സഹനം നിങ്ങൾ സ്വീകരിക്കുന്നത്. സഹനം വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ കർത്താവിന് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. അനേകം ആത്മാക്കളെ നേടാൻ ഈ ഒരു കുരിശ് ആരുടെയെങ്കിലും തോളിലെടുത്ത് വെക്കണമെന്നുണ്ട് കർത്താവിന്. ഒരു ദേശത്തു നിന്ന് ഒത്തിരി ആത്മാക്കളെ നേടണമെങ്കിൽ കർത്താവ് ആ ആത്മാക്കളെ നേടാനായിട്ടൊരു വ്യക്തിയെ കർത്താവ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹനത്തിൻ്റെ ഒരു കുരിശെടുത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ശിരസിലേക്ക് കർത്താവ് വെച്ചിട്ട് അത്രയേറെ ആത്മാക്കളെ ഒരു കാലഘട്ടത്തേക്ക് ഇത്രയേറെ ആത്മാക്കളെ നേടിയെടുക്കാൻ, ഒരു ദേശത്തു നിന്ന് നേടിയെടുക്കാൻ ചില കുടുംബങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സഹനത്തിൻ്റെ ആ ഒരു തീച്ചൂളയിൽ ഉരുക്കി വാർക്കപ്പെട്ട ചില കുടുംബങ്ങൾ ചില ദേശങ്ങളിലുണ്ട്. എന്നാൽ ഈ കുടുംബം നിത്യം പ്രാർത്ഥനയിലും കൗദാശിക ജീവിതത്തിലുമായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഇവർ പ്രാർത്ഥനാ ജീവിതവും കൗദാശിക ജീവിതവുമായിരിക്കും. ഇവരുടെ മുഖത്തെ തേജസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇത്രയും സഹനത്തിലും. പക്ഷേ ഇവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഒഴിയത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ആ ദേശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി നടപ്പിലാകാൻ ഈ ഒരു കുടുംബത്തെ കർത്താവ് സഹനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. ആ ദേശത്തിന് വേണ്ടി ഒരു കുടുംബം ബലിയാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ബലിയാകുന്ന കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. നമുക്ക് വേണ്ടി നമ്മളും ചിലപ്പോൾ അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ബലിയാകലിൻ്റെ ഫലമായിട്ടായിരിക്കും നമ്മുടെ ജീവൻ ഒരു പക്ഷേ ഇങ്ങനെ തലയ്ക്ക് മീതെ കഴുത്തിന് മീതെ ശിരസ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം നമ്മളുടെ ഗുണം കൊണ്ടോ ദൈവം നമുക്ക് തന്ന കരുണ കൊണ്ടോ അല്ലെങ്കിൽ ദൈവം നമ്മൾ നേടിയെടുത്ത പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ വലിയ തഴക്കദോഷമൊന്നും ഇല്ലാതെ പോകുന്നത് കൊണ്ടോ അങ്ങനെ ചിന്തിക്കരുത്. ഇതിലൂടെ നമ്മൾ ഇങ്ങനെ മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ ചില സമയത്തെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെയോ ആ ദേശത്ത് നിങ്ങൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന വിലയായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അതുപോലെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടണം. കർത്താവേ, അനേകർക്ക് വേണ്ടി എന്നെ നീ ഉപയോഗിക്കണമേ, അനേകരെ നേടിയെടുക്കാൻ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ ദൈവസമക്ഷം പ്രാർത്ഥിക്കണം. അത് കൃപയായിട്ട്, ശുശ്രൂഷ വരമായിട്ട് നിങ്ങളിൽ നിറയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയായിട്ട്, ശുശ്രൂഷ വരമായിട്ട് നിങ്ങളിൽ നിറയും. നിങ്ങളിലുള്ള അലസതയും നിങ്ങളിലുള്ള മറ്റു പല വിചാരങ്ങളും ഇതിലൂടെ നീക്കം ചെയ്യപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്താനുള്ള അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. വ്യാജന്മാരെ തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് ലോകത്തിലുള്ളവനേക്കാൾ വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ലോകത്തിലുള്ള ശക്തിയേക്കാൾ വലുത് നിങ്ങളെന്ന് പറയുന്ന ചെറുതിനകത്തുണ്ട് എന്നുള്ളത് മറക്കരുത്. നമ്മൾ ഒട്ടും കുറഞ്ഞവരല്ല. നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണരുത്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നതെങ്കിൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയാണ് ദൈവം എനിക്കൊരു കാവൽ മാലാഖയെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മാവിന് വേണ്ടി ദൈവം ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഗാർഡിയൻ ഏഞ്ചൽ ഈ ആത്മാവിന് വേണ്ടി ദൈവം തന്നതാണ്. നമ്മൾ വിചാരിക്കും ഫിസിക്കലി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഗാർഡിയൻ ഏഞ്ചൽ കൊണ്ടാണെന്ന്. ഒരിക്കലും ഈ കാവൽ മാലാഖമാര് നമ്മുടെ ശരീരത്തെ അല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആത്മാവിനെയാണ്. ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി ശരീരം ആരോഗ്യത്തിൽ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവ് നിറയപ്പെടുമ്പോഴാണ് ശരീരത്തിൽ നിന്ന് ഈ ശക്തി പുറപ്പെടും. ദൈവത്തിൻ്റെ ശക്തി, അതായത് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഈ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. അപ്പോൾ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കത്തിപ്പടരാൻ ഞാൻ അതിനെ അനുവദിക്കണം. അതിന് ദൈവത്തോട് സംസാരിക്കാൻ ഞാൻ ടൈം കൊടുക്കണം. അതിന് ദൈവത്തെ ആരാധിക്കാനുള്ള വഴി ഞാൻ തുറന്നു കൊടുക്കണം. ഇപ്രകാരം ഞാൻ ചെയ്തു കഴിയുമ്പോൾ ഈ ആത്മാവ് ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ അതിന് അവസരം കൊടുക്കുമ്പോൾ എൻ്റെ കരങ്ങളിൽ നിന്ന്, എൻ്റെ കണ്ണുകളിൽ നിന്ന്, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് പുറപ്പെടും. ഉറപ്പാണ്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് പുറപ്പെടും. ഒരു ഡൗട്ടുമില്ല. നമ്മുടെ മക്കൾ വഴിപിഴയ്ക്കുന്നുണ്ടോ? നമ്മുടെ ഭർത്താവ് വഴിപിഴയ്ക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യ വഴിപിഴയ്ക്കുന്നുണ്ടോ? പ്രിയമുള്ള ദൈവജനമേ, ആ വഴി പിഴച്ച അവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടാൽ മതി. അവരെ തിരുത്തണ്ട. നിങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടണം. ഒരു കുടുംബത്തിൽ ഒരെണ്ണം ദൈവത്തിനെതിരെ തിരിയുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മറ്റൊരെണ്ണം അതിനെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള അഭിഷേകത്തിൽ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഞാൻ ചെയ്യുന്നത് അതാ, കർത്താവേ, പുതിയൊരു അസ്വസ്ഥത, പുതിയൊരവസ്ഥ വന്നിട്ടുണ്ട്, എന്നെ നീ ശക്തിപ്പെടുത്തണമേ. ആ അവസ്ഥയിൽ മറഞ്ഞിരിക്കുന്ന സാത്താനെ കീഴ്പ്പെടുത്താൻ എന്നെ നീ ശക്തിപ്പെടുത്തണമേ, എന്നെ നീ ബലപ്പെടുത്തണമേ, എന്നെ നീ അഭിഷേകം ചെയ്യണമേ. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വങ്ങൾ, ഏതെങ്കിലും ഒരു മേഖല, സാമ്പത്തികമോ ആരോഗ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു അവസ്ഥ നമ്മൾക്ക് എതിരെ തിരിയുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന അഭിഷേകം നിറയ്ക്കാനുള്ള ഒരു വ്യക്തിയും ആ കുടുംബത്തിലുണ്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്ന് വഴിപിടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തിരുത്താനുള്ള അഭിഷേകമല്ല, അതിലേക്ക് നിങ്ങളിൽ നിന്ന് പുറപ്പെടാനുള്ള ശക്തിയെ നിങ്ങൾ ആർജിക്കണം. ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ നിന്നൊരു ശക്തി അതിലേക്ക് പുറപ്പെടണം. നിങ്ങളെ കാണുമ്പോൾ വയലൻ്റായി നിൽക്കുന്നവൻ സൈലൻ്റ് ആവണം. നിങ്ങളെ കാണുമ്പോൾ കത്തിയെടുത്ത് നിൽക്കുന്നവൻ താഴെ ഇടണം. നിങ്ങളെ കാണുമ്പോൾ പ്രാർത്ഥിക്കാത്തവൻ മുട്ടുകുത്തണം. ഈ അഭിഷേകം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിലേക്ക് പുറപ്പെടണം. ഇതിന് ശുശ്രൂഷകരെ നിങ്ങൾ സമീപിക്കരുത്. നിങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇവിടെ ആന്തരിക മുറിവില്ല. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ മുറിവില്ല. ഇവിടെ നിങ്ങൾക്ക് വൈദികരിൽ നിന്ന് കിട്ടിയ മുറിവില്ല. സഭയിൽ നിന്ന് കിട്ടിയ മുറിവുകളില്ല. മറിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സത്യാത്മാവിനെ തിരിച്ചറിയണം എന്നുള്ള വചനത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന വസ്തുത. സത്യാത്മാവിനെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ആ സത്യാത്മാവ് വസിക്കുന്നത് അവിടെ ഇവിടെയും ധ്യാന കേന്ദ്രങ്ങളിലും പള്ളികളിലും ഒന്നുമല്ല, എൻ്റെ ഉള്ളിലുണ്ട്. പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഉണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. അത് വിജാതീയർ കണ്ടെത്തി അവരവിടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾ മുട്ടുകുത്തണം പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ ഉള്ളിലുള്ളതും നിങ്ങളുടെ കരങ്ങളിലുള്ള ഈ പുസ്തകവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുവന് വേണ്ടിയിട്ടും ഡേറ്റ് എടുത്ത് നിങ്ങൾ കാത്തിരിക്കേണ്ട, ഡേറ്റ് ചോദിച്ച് നിങ്ങൾ പുറകെ പോകേണ്ട, കൗൺസിലിങ്ങിന് വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യരുത്. കുറച്ചിലാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ക്രിസ്ത്യാനിയാ. നീ ക്രിസ്ത്യാനിയാ. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിലുള്ളതുപോലെ അതേ അളവിൽ നിങ്ങളിലുണ്ട്. ഞങ്ങളെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി അത് തന്നിട്ടുണ്ട്.
ഒരു ശുശ്രൂഷകനും ഒരു കുടുംബത്തിൻ്റെയും രക്ഷിതാവല്ല. ഏതെങ്കിലും ഒരു ശുശ്രൂഷകനെ നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യരുത്, അത് നാശത്തിനാണ്. എന്ത് വന്നാലും വിളിച്ചു ചോദിക്കാൻ ഒരു ശുശ്രൂഷകൻ ഉണ്ടാവരുത്, അത് നാശത്തിനാണ്. നിന്റെ ഉള്ളിലുള്ള ആത്മാവ് കെട്ടുകിടക്കും. നിന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തെ കണ്ടെത്തില്ല. ശുശ്രൂഷകരിലൂടെ എല്ലാം നീ നേടിയെടുക്കും. അത് നിന്റെ ഉള്ളിലുള്ള ആത്മാവിന് എതിരായ തിന്മയാണ്. ഞങ്ങളിലൂടെ നിങ്ങൾ രക്ഷപ്പെടരുത്. ഞങ്ങളെപ്പോൾ വേണമെങ്കിലും വീഴും, അപ്പം ഞങ്ങൾ വീഴുമ്പോൾ നിങ്ങളും വീഴും, അത് പാടില്ല. പക്ഷെ നിന്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിൽ നീ വിശ്വസിച്ച് അവനിലൂടെയാണ് നീ ശക്തിപ്പെടുന്നതെങ്കിൽ അതെന്നും നിന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിട്ട് നിന്നോടുകൂടെ നിലകൊള്ളും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെന്നും നിങ്ങളിൽ ബലപ്പെടും, അതെന്നും നിങ്ങളിൽ ശക്തിപ്പെടും. നിങ്ങളിൽ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ഒരു ബലം ഉണ്ടാകണം. നിങ്ങളിൽ ഈ ഒരു ബലം ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ബലം നിങ്ങളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു ബലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ഒരു ബലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ തിന്മയുടെ ശക്തി എന്നേക്കുമായിട്ട് നിങ്ങളെ വിട്ടുമാറും. കുടുംബത്തിൽ ഒരെണ്ണം വഴി പിഴയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആത്മാവിലൊരു ആനന്ദം കണ്ടെത്തണം. കാരണം അതിനെ തിരുത്താനുള്ളത് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണല്ലോ അത് ആ അവസ്ഥയിലേക്ക് പോയത്. അതിൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാനല്ല, എന്നിലേക്ക് അതിന് പകരമായിട്ടുള്ള അഭിഷേകം നിറയുന്നതിൽ ഞാൻ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തണം. അതിന് പകരമായിട്ടുള്ളൊരു അഭിഷേകം എന്നിൽ ദൈവം നിറയ്ക്കുന്നുണ്ട്. ഒരെണ്ണം ദൈവത്തിനെതിരെ തിരിയുമ്പോൾ എന്നിൽ അതിന് പകരമായിട്ട് ഒരഭിഷേകം ദൈവം നിറയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ കുടുംബങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണത്തിനെ കർത്താവ് മാറ്റിയിടും. ഒരെണ്ണത്തിനെ എല്ലാം സാത്താൻ്റെ അധീനതയിലേക്ക് വരില്ല, എല്ലാം സാത്താൻ്റെ ആധിപത്യത്തിലേക്ക് വരില്ല, എല്ലാം സാത്താന് കീഴടങ്ങാൻ കർത്താവ് സമ്മതിക്കില്ല. ഒരെണ്ണം അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ ഒരെണ്ണം നിങ്ങളാകട്ടെ. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലും ആ ഒരെണ്ണമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളിൽ നിന്നൊരു കുടുംബത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വഴി ഒരു കുടുംബത്തെ, ഒരു വഴി പിഴച്ച ഏതെങ്കിലും തെറ്റിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒന്നിനെ നിങ്ങളുടെ പ്രാർത്ഥന വഴി നിങ്ങൾ നേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അടുത്തത് ഒരു സമൂഹത്തെ നിങ്ങൾക്ക് തരും, പിന്നീട് ഒരു ദേശത്തെ തരും, പിന്നീട് ഒരു രാജ്യത്തെ തരും. ഇങ്ങനെ കർത്താവ് അത് ആ ബലം നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു തരും. നേരെ മറിച്ച് നിൻ്റെ കുടുംബത്തിലുള്ളതിനെ നേരെയാക്കാൻ നിൻ്റെ അഭിഷേകം കൊണ്ട് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്നിലുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതിനിട കൊടുക്കരുത്. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഉള്ളവന് വീണ്ടും നൽകപ്പെടും. നിങ്ങൾക്കുണ്ടാകണം ഇത്തരത്തിലുള്ള തിന്മകളെ ചെറുക്കാൻ ആവശ്യമായ ബലം നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളെ കാണുമ്പോൾ സാത്താൻ ഭയക്കണം. നിങ്ങളെ കാണുമ്പോൾ സാത്താൻ്റെ ശക്തികൾ ഭയന്ന് നിലവിളിച്ചോടണം. നിങ്ങളെ കാണുമ്പോൾ സാത്താൻ്റെ ശക്തികൾ ചിതറിയോടുന്ന അഭിഷേകം നിങ്ങൾക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ ഒരു വിളിച്ചിട്ട് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ, ഇടവക ധ്യാനത്തിന് പോയപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞിട്ട് ഒരു ഭവനത്തിൽ ചെന്നിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, അവിടെ ഭയങ്കര പ്രശ്നമാണ് ബ്രദറെ. ഞാൻ എന്താ പ്രശ്നം? പൈശാചിക പീഡയാണ്. ഞാൻ എന്താ പൈശാചിക പീഡ? അപ്പോൾ അച്ഛൻ പറയാം, ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും, എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലുമൊക്കെ എറിയും, പിടിക്കലും ട്യൂബ്ലൈറ്റ് പൊട്ടലും ചീറ്റലും ബഹളം എല്ലാം കൂടിയാണ്. എന്നാൽ എല്ലാവരും ഒരുമിച്ച് ഒരു മുറിയിലിരിക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാകുന്നില്ല ആരാണിത് ചെയ്യുന്നത്, എവിടെ നിന്നാണിത്. ആ കുടുംബം പേടിച്ച് വിറച്ച് നിലവിളിച്ച് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിരിക്കാം. അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചിട്ടൊക്കെ പോയി. ഇതൊന്നും ചെയ്തിട്ടൊന്നും അവിടെ ഒരു രക്ഷയില്ല, ഒന്നും നടക്കുന്നില്ല. അവസാനം അവിടെ ഇടവക ധ്യാനത്തിന് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആ ധ്യാനം നയിക്കാൻ വേണ്ടി അവിടെ ചെന്നു.
ആ ധ്യാനം കഴിഞ്ഞ്, ധ്യാനത്തിൻ്റെ വൈകിട്ടാണ്, 5 മണി മുതലാണ് ധ്യാനം തുടങ്ങുന്നത്. പകൽ സമയത്ത് ഞാനവിടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക മേടയിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഭവനമുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങട്ടെ അച്ഛൻ, എന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണി സമയത്ത് ഞങ്ങൾ പോവാം. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ അച്ഛനുമായിട്ട് ചെന്നു. അവിടെ ചെന്ന് ഈ വീട് മൊത്തം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, തളർന്ന് കിടക്കുന്ന ഒരു സ്ത്രീനകത്തുണ്ട്, അവളാ പ്രശ്നം. ഈശോ ഇത് പറയാം, തളർന്ന് കിടക്കുന്ന ഒരു സ്ത്രീ, ഏതാണ്ട് ഒരു 90-നടുത്ത് പ്രായമുള്ളൊരു സ്ത്രീ ഭവനത്തിലുണ്ട്, അവളാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു, കൈയും കാലും ഒക്കെ തളർന്ന് കിടക്കുകയില്ല, പിന്നെ എന്താ പ്രശ്നം? പക്ഷേ ഈശോ വീണ്ടും പറയുന്നു, അവളാണ് പ്രശ്നം. ഞാനിത് ചെന്ന് ഗേറ്റ് കടന്ന് കാലെടുത്ത് അകത്തേക്ക് വെക്കലും ഈ തളർന്ന് കിടക്കുന്ന അമ്മ ഈ അവരുടെ ഉടുത്തിരുന്ന ചട്ടയും മുണ്ടുവാ, ഈ മുണ്ടെടുത്ത് മടക്കി കുത്തി ഒരു ഓട്ടം ഓടി വരും. പുറകിലെ മതിൽ ചാടി ഈ സ്ത്രീ എടുത്ത് ഓടുക, നിന്ന് വെറുതെ പറക്കുക അവർ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വീട്ടുകാരിങ്ങനെ അന്താളിച്ച് നിൽക്കി, ഇതെന്താ സംഭവിക്കണേ, ഇതെന്താ ഇവിടെ സംഭവിക്കണേ, ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, പോയി പിടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പോയി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ മുതലാണ് ഇതെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയുള്ള ഒരെണ്ണം പോലും ഇത് കണ്ടിട്ടില്ല. ഇവരെറിയുന്നത് എപ്പോൾ, എങ്ങനെ, എത്ര ടൈമിനുള്ളിൽ എറിഞ്ഞിട്ട് തിരിച്ചു വന്ന് കിടക്കുന്നു. അരൂപിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇവറ്റകൾക്ക് ദൈവാത്മാവ് വസിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത്തരമൊരു തിന്മ നിങ്ങളുടെ ഭവനത്തിൽ നിൽക്കുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു അഭിഷേകത്തിലേക്ക് എത്താൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹനത്തിൻ്റെ പാനപാത്രം ഉണ്ടെങ്കിൽ അത് മട്ടോളം ഊറ്റി കുടിക്കണം. ആ സഹനത്തിൻ്റെ കാസയെ നീ മട്ടോളം ഊറ്റി കുടിക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അഭിഷേകം നിറയും. ഈ അഭിഷേകം നിറയും. ഒരു സഹനത്തിൻ്റെ പാനപാത്രം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതിനോടൊപ്പം ഒരു അഭിഷേകത്തിൻ്റെ പാനപാത്രവും ആ ഭവനത്തിൽ നിറഞ്ഞ് തുളുമ്പുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഹനത്തിൻ്റെ പാനപാത്രം രക്ഷയുടെ പാനപാത്രമാണ്. സഹനത്തിൻ്റെ പാനപാത്രം അഭിഷേകത്തിൻ്റെ പാനപാത്രമാണ്. സഹനത്തിൻ്റെ പാനപാത്രത്തിലൂടെ നിങ്ങളെ ശുശ്രൂഷ വരത്തിലേക്ക് നയിക്കാനുള്ള കർത്താവിൻ്റെ വലിയ പദ്ധതിയുടെ പാനപാത്രവും അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി അവിടെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ എതിർവശത്തുള്ള വ്യക്തി, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ പാപത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള കൃപയിലേക്ക് നിങ്ങളും പോകണം. അതിനെ കുറ്റപ്പെടുത്തണ്ട, അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്. അതിനെ തിരഞ്ഞു പിടിക്കാൻ നിൽക്കേണ്ട. ധൂർത്തുപുത്രൻ പോയപ്പോൾ അഭിഷേകമുള്ള അപ്പൻ അവന് പുറകെ പോയില്ല. മനസ്സിലാക്കുക. ധൂർത്തുപുത്രന് പുറകെ ഭൃത്യന്മാരെ അയക്കാൻ അപ്പന് പറ്റും. അപ്പൻ്റെ ഭവനത്തിൽ ഒത്തിരി ഭൃത്യന്മാരുണ്ട്, ഒറ്റയൊരെണ്ണം പുറകെ പോയില്ല. അവൻ പോട്ടെ എന്ന് അപ്പം വെച്ചു. അപ്പൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ധൂർത്തുപുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ സ്വീകരിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾക്ക് ധൂർത്തുപുത്രൻ്റെ ആയുസ്, ധൂർത്തിൻ്റെ ആയുസ്, ധൂർത്തുപുത്രൻ്റെ അല്ല, ധൂർത്തുപുത്രനിലുള്ള ധൂർത്തിൻ്റെ ആയുസ്സിന് ഒരു ടൈം ലിമിറ്റുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന് ആയുസ്സില്ല. ഒരു ഈവിളിനും നിങ്ങളുടെ മക്കളിലോ നിങ്ങളുടെ കുടുംബത്തിലോ കാലാകാലത്തോളം വസിക്കാൻ പറ്റില്ല. കാലാകാലത്തോളം വസിക്കില്ല. അത് വസിക്കാനായിട്ട് എൻട്രി ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ അത് വിട്ടുപോകുന്ന ആ ഡേറ്റ് വരെയുള്ള ആ ടൈം ലിമിറ്റില്ലേ, അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രീഷ്യസ് ആണ്. ആ സമയത്താണ് അഭിഷേകം സ്വീകരിക്കാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകം സ്വീകരിക്കാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണത്. ഏറ്റവും ഉചിതമായ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നടക്കില്ല. ആ സമയത്ത് നിങ്ങൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരുന്നാൽ ഇത് നടക്കില്ല. ആ സമയത്ത് നിങ്ങൾ അഭിഷേകത്തെ സ്വീകരിക്കണം. കർത്താവേ, ഈ സഹനത്തിൻ്റെ പാനപാത്രം നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് മട്ടോളം ഊറ്റിക്കുടിക്കാൻ ആവശ്യമായ കൃപ, അഭിഷേകം, കാരിസം എനിക്ക് താ. ചോദിക്ക്, തമ്പുരാൻ തരും. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. അതാ. അതുകൊണ്ട് പുതിയ സഹനം വരുമ്പോൾ
ഞാൻ അടുത്ത കൃപയ്ക്ക് വേണ്ടി ഞാൻ ഉന്നം വയ്ക്കും. ഇപ്പം ഞാനൊരു സഹനത്തിലൂടെ കടന്നുപോകും. ഈ ദിവസങ്ങളിൽ എൻ്റെ ശരീരവും എൻ്റെ ആദരവും മാത്രമേ ഇവിടെയുള്ളൂ. ഒരു സഹനത്തിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നതിൻ്റെ ബാക്കിയാണ് ഈ പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്ത കൃപയിലേക്ക് ഞാൻ ഉന്നം വയ്ക്കും. പുതിയ സഹനങ്ങളെ കർത്താവ് അനുവദിക്കുമ്പോൾ ഞാൻ അടുത്തത് ചോദിക്കും, കർത്താവ് എനിക്ക് ഈ കൃപ വേണം. അതല്ലാതെ ആ സഹനത്തിന് മുന്നിൽ മുട്ടുമടക്കി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കില്ല. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. അത് ചത്ത് കിടന്നാലും അവിടെ ചത്ത് കിടക്കും, കരയത്തില്ല. കാരണം എന്താ? ആ സഹനമാണ് എൻ്റെ കൃപയുടെ അടിസ്ഥാനം. അപ്പോൾ ആ സഹനം ഏത് വഴിക്ക് വന്നാലും അതവിടെ കിടന്ന് സഹിക്കും. അത് എന്നിലാണെങ്കിലും ആ സഹനം അവിടെ ഉള്ളിൽ കിടന്ന് എരിഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉദരത്തിനകത്തൊരു എരിച്ചിലില്ലേ? നമ്മുടെ ഉദരത്തിനുള്ളിൽ വിശപ്പ് നന്നായിട്ട് വരുമ്പോൾ ഒരു എരിച്ചിലുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ തിന്നാം. ഇതാണ് ആ എരിച്ചിൽ ഉള്ളപ്പോഴാണ് ഉപവാസത്തെ സഹനമായിട്ട് ദൈവം ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഉപവസിച്ചാൽ ഒന്നും തോന്നില്ല, വിശപ്പ് അനുഭവപ്പെടില്ല. അങ്ങനെയുള്ളൊരു ഉപവസിക്കരുത്, കൃപ കിട്ടില്ല. ഉപവസിക്കുമ്പോൾ ഇത്തരത്തിലൊരു എരിച്ചിൽ ഫീൽ ചെയ്യുന്നത് പോലെയാണ് സഹനത്തിൽ നിന്നും ഒരു എരിച്ചിലുണ്ട് നമുക്ക്. ഇതിങ്ങനെ എരിഞ്ഞ് നിൽക്കും. ഈ കുന്തിരിക്കം പുക തന്ന ആ പുകയിൽ നിന്നൊരു സ്മെല്ല് വരണമെങ്കിൽ ഇത് കനലിനകത്തിട്ടെങ്കിലേ പറ്റുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുന്തിരിക്കത്തിൽ നിന്ന് ഒരു പുക പുറത്തു വരണമെങ്കിൽ അത് കനലിൽ തന്നെ ഇടണം. പ്രിയപ്പെട്ടവരെ, എത്ര ബ്ലസ് ചെയ്ത കുന്തിരിക്കുവാണെങ്കിലും അത് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ. ആർക്കും ഗുണമില്ല, ചെന്ന് മണത്ത് നോക്കണം. പക്ഷേ ഇതൊരു കനലിൽ കിടന്ന് എരിയുന്നുണ്ടെങ്കിൽ അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കുറേ പേർക്ക് അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒരു മണി കുന്തിരുക്കമായിട്ട് നിങ്ങളൊന്ന് മാറ് നിങ്ങളുടെ ജീവിതത്തിൽ. ഈശോ നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്നതാ. കുറേ ധ്യാനം കൂടി, കുറേ വചനവും കേട്ട്, കുറേ ടോക്കും കേട്ട്, പുതിയ 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 കുറേ സംഭവങ്ങളൊക്കെ കേട്ട് ഇതെല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾ എവിടെ കൊണ്ട് വെക്കാൻ പോകും? ഇതൊക്കെ ഒരു ഗുണവുമില്ല. നിങ്ങൾ ഈ ധ്യാനം കൂടിയിട്ടൊന്നും ഒരു ഗുണവുമില്ല. ഞാൻ നിങ്ങളെ ധ്യാനം കൂടാനൊന്നും ഞാൻ വിളിക്കത്തില്ല. ഒരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല നിങ്ങൾ ധ്യാനം കൂടിയിട്ട്. കാരണം ക്രിസ്ത്യൻസ് ധ്യാനം കൂടിയിട്ട് ഒരു ഗുണവുമില്ല. വിജാതിയുടെ ധ്യാനം കൂടട്ടെ, അവർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കും, ഗുണമുണ്ട്. വിജാതിയുടെ ധ്യാനം കൂടട്ടെ, അവർ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളായി മാറും, ഗുണമുണ്ട് തമ്പുരാന്. നിങ്ങൾ ധ്യാനം കൂടിയിട്ട് അവനെന്ത് ഗുണം? ഒരു ഗുണവുമില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയാം. പിന്നെ ക്രിസ്തുവിന് നിങ്ങൾക്കൂടെ ഒരു ഗുണവുമില്ല. നിങ്ങൾക്ക് അവനിൽ നിന്ന് എന്തോ കിട്ടാനുള്ളത് കൊണ്ട് നിങ്ങൾ ധ്യാനം കൂടാനിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ കിട്ടാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധ്യാനം കൂടുക. കർത്താവിന് നിങ്ങൾ ധ്യാനം കൂടിയിട്ട് കർത്താവിന് ഒരു ഗുണവുമില്ല. പ്രിയപ്പെട്ടവർ, ക്രിസ്ത്യാനികൾ ധ്യാനം കൂടിയിട്ട് മൂപ്പർക്ക് വലിയ ഗുണമൊന്നുമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ദൈവത്തെ അറിയാം. പാരമ്പര്യമായിട്ട് നിങ്ങൾ ക്രിസ്തീയ സമൂഹത്തിലാണ്. നിങ്ങൾ ജന്മം കൊണ്ട് മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വന്ന് കൂദാശകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കുമ്പസാരവും എല്ലാം അറിയാവുന്നവരെ നിങ്ങൾ ധ്യാനം കൂടിയിട്ട് തമ്പുരാൻ എന്ത് നേട്ടം? ഒരു നേട്ടവും ഇല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹനത്തെ വെൽക്കം ചെയ്യാനൊരു മനസ്സ് ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയ്ക്കുള്ള ടൈമാണ്. എഴുന്നേറ്റിരിക്കാം.